CPM-ന് വൻ തിരിച്ചടിയുടെ കാലമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയം, പിന്നാലെ പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി പോര്. ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വരുന്നത്. ഇപ്പോൾ PV അൻവറിന്റെ ചോദ്യങ്ങൾ. ഇതിനിടയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ G ശക്തിധരന്റെ കുറിപ്പും ചർച്ചയാവുകയാണ്. G ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: CPM-ൽ എന്ത് സംഭവിക്കുന്നു? CPM-ൽ എന്താണ് സംഭവിക്കുന്നത്? ആർക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ലത്രേ. പാർട്ടിയെ ദശാബ്ദങ്ങളോളം നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ തന്നെ അന്താളിച്ചു നിൽക്കുകയാണ്. അവരുടെ മുന്നിൽ ചുരുൾ നിവർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രഹേളികയാണ്. ഭരണസിംഹാസനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മാഫിയ ഡോണിന്റെ ദ്വന്ദ്ങ്ങൾ. ഈ ഭാഷയൊന്നും സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ വിശദീകരണ കുറിപ്പ്. CPM മുച്ചൂടും തകരുകയാണോ? എന്തായാലും പുനർജനിക്കുകയല്ല, അന്തകൻ പടിവാതുക്കലുണ്ട്. ആരാണ് PV അൻവർ എന്ന കൊസറാക്കൊള്ളി? CPM-ന് ആരാണ് ഈ വില്ലൻ? സഖാവ് P കൃഷ്ണപിള്ള സ്ഥാപിച്ച പാർട്ടിയോട് ഇയാൾക്ക് എന്ത് ബന്ധം? അണികൾ ഇയാളെ തള്ളണോ കൊള്ളണോ? എന്തുകൊണ്ട് മിന്നൽ പിണർ എന്ന ഖ്യാതി ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ എത്രാമത്തെ അവതാരമാണിത്? ഇതെല്ലാം അറിയണമെങ്കിൽ ജനശക്തി വായിക്കണമെന്നും ശക്തിധരൻ പറയുന്നുണ്ട്. ഊഹാപോഹങ്ങളിൽ അഭിരമിക്കാതിരിക്കുക. കേരളത്തിൽ ചെങ്കൊടിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ പളപളപ്പ് കണ്ട് കണ്ണഞ്ചി പോകാതിരിക്കുക. ഈ സ്വർണ്ണക്കട്ടികൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ സ്വർണമാണ് താരം. കുവൈറ്റ് രാജാവായാലും കൊടുവള്ളി രാജാവായാലും ഭരണം പൊടിപൊടിക്കുന്നത് അതിന്റെ തിബത്തിലാണ്. പ്രധാനമന്ത്രി പോലും മറയില്ലാതെ പറഞ്ഞതല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നതെന്ന്. പ്രധാനമന്ത്രി പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് പോലും അയാൾ സിംഹാസനത്തിൽ പോറലേൽക്കാതെ വാഴുന്നത് വിസ്മയം അല്ലേ? എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് നാടാകെ മുനിഞ്ഞു കത്തുന്ന സമ്മേളന മാമാങ്കത്തിലാണ്. അവിടെ ഇരുമ്പുമറ പൊളിഞ്ഞു വീഴുകയാണ്. ബംഗാളിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ എത്താത്തത് കാരണം അതുകൂടാതെ നേരിട്ട് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കേണ്ടി വന്നു. ഓർമ്മയുണ്ടോ? അത് തന്നെ കേരളത്തിലും ആവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊരു അശ്വിനിപാതമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യനെ വീഴ്ത്താൻ ട്രോജൻ കുതിരകളെ ഇറക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിനിടയിൽ ആർഭാടം കടക്കുപുറത്ത്. സമ്മേളനങ്ങളിൽ പൊതിച്ചോർ. CPM-ന്റെ നിർദ്ദേശവും ചർച്ചയാവുകയാണ്. സമ്മേളനങ്ങളിൽ ആർഭാടം വേണ്ടെന്ന് CPM നിർദ്ദേശം. ഭക്ഷണത്തിലും പ്രചാരണത്തിലും ആർഭാടം ഒഴിവാക്കണമെന്ന് പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി. കഴിഞ്ഞ തവണ ചില സ്ഥലങ്ങളിലെ സമ്മേളനങ്ങൾ ആർഭാടത്തെ തുടർന്ന് ചർച്ചയായ സാഹചര്യത്തിലാണ് നടപടി. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ പൊതിച്ചോർ മതിയെന്നാണ് നിർദ്ദേശം. ആർച്ചും കട്ടൌട്ടും ഒഴിവാക്കണം. സമ്മേളനങ്ങളിൽ സമ്മാനങ്ങൾ ഒഴിവാക്കണം. പാർട്ടി പ്രതിനിധികൾക്ക് വില കൂടിയ ബാഗുകൾ നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ. നവംബറിൽ ഏരിയ സമ്മേളനവും ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജില്ലാ സമ്മേളനവും നടക്കും. ഫെബ്രുവരിയിലാണ് സംസ്ഥാന സമ്മേളനം. ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ്. ഇതിനിടയിൽ കള്ളക്കടത്ത് പോലീസ് വണ്ടിയിലോ? 1 കിലോ പൊട്ടിച്ചാൽ ലാഭം 60 ലക്ഷം വരെ. പിടിച്ച സ്വർണം എവിടെ പോകുന്നു എന്ന അന്വേഷണ പരമ്പരകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. അധോലോകത്തെ വെല്ലുന്ന ഇടപാടുകളുമായാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ വിഹരിക്കുന്നത്. അവർക്ക് സഹായവും സംരക്ഷണവുമേകാൻ പോലീസിലെ ചിലരും ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ ചർച്ചയായിരിക്കുകയാണ്. PV അൻവർ, ADGP P ശശി എന്നിവർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ പല ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് പിടികൂടുന്ന സ്വർണത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്.